കൊച്ചിയിൽ വീണ്ടും പാപ്പാഞ്ഞി വിവാദം. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ സ്ഥാപിക്കുന്ന പാപ്പാഞ്ഞി നീക്കം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകി. കൊച്ചിയിൽ ഒരു പാപ്പാഞ്ഞി മാത്രം മതിയെന്നും കാർണിവൽ കമ്മിറ്റിയുടെ പരാതി ലഭിച്ചെന്നും പോലീസ്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. കൊച്ചിയിൽ വരുന്ന നാളുകൾ ഇനി പുതുവത്സരത്തിന്റെയും ക്രിസ്മസിന്റെയും എല്ലാം ആഘോഷത്തിന്റെ രാവുകളാണ്. പക്ഷേ അവിടെ ഈ കാണുന്നത് പോലെ തന്നെ ഒരു 50 അടി ഉയരമുള്ള ഒരു പപ്പാഞ്ഞിയെ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പപ്പാഞ്ഞി നീക്കം ചെയ്യാനായി പോലീസ് ഫോർട്ട് കൊച്ചി വെളിയിലെ ഈ ഗാലാഡി കൊച്ചി എന്ന് പറയുന്ന സംഘടനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൊച്ചിയിൽ ഒരു പപ്പാഞ്ഞി മതി എന്നുള്ള ഒരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഗാലാഡി കൊച്ചിയിലെ അധികൃതർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഒറ്റ പപ്പാഞ്ഞി മതി എന്നാണോ പോലീസ് പറയുന്നത്? ഞങ്ങളോട് പോലീസ് പറഞ്ഞത് ഒറ്റ പപ്പാഞ്ഞി എന്നല്ല, ഒരു സംഘടനയ്ക്ക് പപ്പാഞ്ഞിന് അവിടെ സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റുള്ളൂ, കാർണിവൽ കമ്മിറ്റിക്ക് എന്നാണ് ആ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളോട് ഇത് കത്തിക്കരുതെന്ന് പറഞ്ഞു, കത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞത് അങ്ങനെ തന്നെ ശിരസാ വഹിച്ചു. അതിനുശേഷം ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടെ മുകളിൽ നിന്നൊരു ഓർഡർ, അതെന്താണെന്ന് അവർ പറയുന്നില്ല. മുകളിൽ നിന്നുള്ള ഒരു ഓർഡർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നെറുകയിൽ നിൽക്കുകയാണ് ഫോർട്ട് കൊച്ചി ടൂറിസം മേഖലയിൽ. ടൂറിസത്തെ അങ്ങേയറ്റം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഗവൺമെന്റിന് മോശമാകുന്ന ഒരു നിലപാടുകളാണ് മുകളിൽ നിന്ന് പറയുന്ന ആൾക്കാർ സ്വീകരിക്കുന്നത്. ഇതാണ് നമുക്കുള്ള ഒരു അഭിപ്രായം. പപ്പാഞ്ഞി അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 18-ാം തീയതി എന്നിട്ട് പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ചെന്ന് നമ്മൾക്ക് ഇനിയൊരു കാര്യം ഞങ്ങൾ ചെയ്തത് അടിയന്തരമായി നമ്മൾ ആലോചിച്ച് ആ തന്ന നോട്ടീസിന് ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വൈകുന്നേരം അടിയന്തരമായ പൊതുയോഗം, ഞങ്ങളുടെ സാന്റാ റാലി വന്നതിന് ശേഷം അടിയന്തരമായ പൊതുയോഗം, ആ പൊതുയോഗം ജനങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനം നാളത്തേക്ക് പറയാമെന്നാണ് ഇപ്പോൾ ചിന്തിച്ചിട്ടുള്ളത് ഭാരവാഹികൾ. എന്തായാലും പപ്പാഞ്ഞി മാറ്റില്ല സാർ. ഇന്നത്തെ പോലീസിനോട് ഞങ്ങൾക്ക് ധിക്കാരപരമായ സമീപനമില്ല. ഈ ജനറൽ ബോഡി ചെയ്തതിന് ശേഷം മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാർഗങ്ങൾ പോലീസായിട്ട് ആശയവിനിമയം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു ജനറൽ ബോഡിക്ക് ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനമെടുക്കുക. മറ്റൊന്ന്, 2 പപ്പാഞ്ഞികൾ കൊച്ചിയിൽ വേണ്ട എന്നുള്ളൊരു നിലപാട് പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ്. കാർണിവൽ കമ്മിറ്റി മാത്രം പപ്പാഞ്ഞിയെ കത്തിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇവർ പറയുന്ന അതിനുള്ള ഒരു ന്യായീകരണം എന്ന് പറയുന്നത് നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഫോർട്ട് കൊച്ചിയാണ്. കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം, ആ വർഷം വലിയ രീതിയിൽ ജനത്തിരക്ക് കൂടിയത് കൊണ്ട് തന്നെ അത് അപകടങ്ങളിലേക്ക് പോകേണ്ടതായിരുന്നു. അത്തരം അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയും ജനത്തിരക്ക് കുറക്കുന്നതിന് വേണ്ടിയുമാണ് ഫോർട്ട് കൊച്ചി വെളിയിൽ കൂടി ഒരു പപ്പാഞ്ഞിയെ സ്ഥാപിക്കുന്നത് എന്നുള്ളൊരു നിലപാടാണ് ഗാലഡി കൊച്ചിയും സ്വീകരിച്ചിരിക്കുന്നത്.